ഹൈ ഓൾ, വെൽക്കം ടു ദി അനദർ സെഷൻ ഓഫ് ബെൻസിൽസ് ഗിയർ ഓഫ് റാങ്ക് ബൂസ്റ്റർ സീരീസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രാമൻ സ്പെക്ടറായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നോക്കിയത് അല്ലേ. അതിന് അവസാനം നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് കൂടെ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയോ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ട്രൈ ചെയ്തു നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടി അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ ആൻസറും നമ്മുടെ വീഡിയോയിൽ പറയുന്ന ആൻസറും നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഫ്രഷ് ആയിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ വീഡിയോ കാണാം, എന്നിട്ട് വീണ്ടും വന്നിട്ട് ഈ വീഡിയോ കണ്ടാലും മതി. ഫൈൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാമെന്ന്. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ആൻഡ് കൂടാതെ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് രണ്ട് ബോണസ് ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള 2 ബോണസ് ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിക്കുക, ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. അത് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. The following data is obtained for a light diatomic AB molecule from its rotational Raman spectrum. B is equal to 2 cm inverse, chi E is equal to 0.01 and nu bar is equal to 1600 cm inverse. If the molecule is irradiated by a laser of 20,000 cm inverse, the expected Stokes lines in centimeter inverse for this molecule are. നമ്മളോട് ഇവിടെയും ചോദിച്ചിരിക്കുന്നത് സ്റ്റോക്സ് ലൈൻസിനെ പറ്റിയാണല്ലേ. സ്റ്റോക്സ് ലൈൻസിനെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യനിലും ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിനേക്കാൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ ആകെ ബി മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ബി കൂടാതെ കൈ ഇ തന്നിട്ടുണ്ട് ആൻഡ് ന്യൂ ബാറും തന്നിട്ടുണ്ട്. അപ്പം എന്തിനാണ് ഈ ഡാറ്റ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തത് നമ്മുടെ ഇറാഡിയേറ്റഡ് ലേസർ ഉണ്ടല്ലോ, അതിനെ റേലേ ലൈനിലേക്ക് മാറ്റി. അവിടെ വേവ് ലെങ്ത് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വേവ് നമ്പറിലേക്ക് മാറ്റി. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, അവർ തന്നത് തന്നെ വേവ് നമ്പറാണല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് അവേ നമുക്കത് എന്തിന് യൂസ് ചെയ്യാം, നമ്മുടെ കാൽക്കുലേഷൻ യൂസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത് അതുപോലെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ലൈൻ എന്ന് പറയുന്നത് 20,000 cm ഇൻവേഴ്സ് മൈനസ് 6B ആണല്ലേ. ബി എന്ന് പറയുന്നത് 2 cm ആണ്. അപ്പം 12 cm ഇൻവേഴ്സ് ആണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 10 cm ഇൻവേഴ്സ് ആയിരിക്കും. നോക്കിയേടാ, നമ്മുടെ 4 ഓപ്ഷനിൽ ഒന്നിൽ പോലും ഈ ഒരു ആൻസർ വരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു ആൻസർ, ഇങ്ങനൊരു വാല്യൂ ഉള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ചുമ്മാ റൊട്ടേഷൻ രാമനല്ല, അല്ലെങ്കിൽ പ്യുവർ റൊട്ടേഷൻ രാമൻ സ്പെക്ട്രം അല്ല. അതുകൊണ്ടാണ് അവർ ക്വസ്റ്റ്യനിൽ എക്സ്ട്രാ ഒരു ഡാറ്റ തന്നത്. അവിടെ നിങ്ങൾക്ക് കൈ ഇ തന്നിട്ടുണ്ട് ആൻഡ് ന്യൂ ബാർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ വായിക്കുക ആൻഡ് നിങ്ങൾക്ക് തന്ന ഡാറ്റ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ആദ്യം ബി തന്നിട്ടുണ്ട്. ബിയുടെ വാല്യൂ വരുന്നത് 2 cm ഇൻവേഴ്സ് ആണ്. ആൻഡ് കൈ ഇ അല്ലെങ്കിൽ എക്സ് ഇ 0.01 ആണ്. ആൻഡ് ന്യൂ ബാർ ഇ വരുന്നത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ഇത്രയും ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ കൈ ഇ തന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഇട്ട ആൾ ഉദ്ദേശിക്കുന്നത് ഇത് സിമ്പിൾ റൊട്ടേഷണൽ രാമനല്ല, പകരം ഇവിടെ നടക്കുന്നത് ഒരു വൈബ്രേഷണൽ റൊട്ടേഷൻ രാമൻ സ്പെക്ട്രമാണ്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു വൈബ്രേഷൻ ട്രാൻസിഷൻ കൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അതിൻ്റെ സെലക്ഷൻ റൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടത് ആദ്യം ആ ഒരു വൈബ്രേഷൻ സ്റ്റോക്സ് ലൈൻ കണ്ടുപിടിക്കണം. നിങ്ങളുടെ സ്പെക്ട്രം ഇങ്ങനെയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ റേലേ ലൈൻ, അതായത് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അപ്പം ആദ്യത്തെ വൈബ്രേഷൻ സ്റ്റോക്സ് വരുന്നത് ഒമേഗ ബാർ ഓസിലേഷൻ ഡിസ്റ്റൻസിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റേലയിൽ നിന്ന് ഒമേഗ ബാർ ഓസിലേഷൻ മൈനസ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അത്രയുമായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് വൈബ്രേഷൻ സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഈ ഒമേഗ ബാർ ഓസിലേഷൻ നിങ്ങൾ ബാൻഡ് സെൻറ്റർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ലൈനാണ്, ഈ ഒരു ഫസ്റ്റ് സ്റ്റോക്ക് ലൈനാണ്. തന്ന ഡാറ്റ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇറാഡിയേറ്റഡ് ലേസറിൻ്റെ വേവ് നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഇറാഡിയേറ്റഡ് 20,000 റൈറ്റ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടത് ഒമേഗ ബാർ ഓസിലേഷൻ ആണ്. ആൻഡ് ഒമേഗ ബാർ ഓസിലേഷൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം, ഒമേഗ ഇൻറ്റു 1 - 2 കൈ ഇ ആണല്ലേ.
ഓക്കെ, നോക്കിയടാ ഒമേഗ ബാർ ഓസിലേഷൻ നിങ്ങൾക്ക് തന്ന ഡാറ്റ മാത്രം മതിലെ അത് കണ്ടുപിടിക്കാൻ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്ന ഡാറ്റയിൽ നിന്ന് ഏതൊക്കെയാണോ വേണ്ടത് അത് യൂസ് ചെയ്തിട്ട് ഒമേഗ ബാർ ഓസിലേഷൻ കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾക്ക് ന്യൂ ബാർ ഇ വേണം ആൻഡ് കൈ ഇ വേണം. ഇത് രണ്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ആദ്യം ഒമേഗ ബാർ ഓസിലേഷൻ കണ്ടുപിടിക്കാം. 16,000 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 0.01 റൈറ്റ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് കിട്ടുന്നത് 15 32 68 ആയിരിക്കും അല്ലേ. 1568 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. ഫൈൻ. അപ്പോൾ നിങ്ങളുടെ ഒമേഗ ബാർ ഓസിലേഷൻ കിട്ടി. ഇനി നിങ്ങൾക്ക് ഈ ഡാറ്റ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? നിങ്ങളുടെ ഫസ്റ്റ് വൈബ്രേഷൻ സ്റ്റോക്സ് ലൈൻ കണ്ടുപിടിക്കുക അല്ലേ. വൈബ്രേഷൻ സ്റ്റോക്സ് ലൈൻ വരുന്നത് 20,000 മൈനസ് 1568 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 500 18,432 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് വൈബ്രേഷൻ സ്റ്റോക്സ് ലൈൻ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു തന്നെ. ഇത് നിങ്ങളുടെ വൈബ്രേഷൻ സ്റ്റോക്സ് ആണെങ്കിൽ 6B ഡിഫറൻസിൽ അടുത്ത ലൈൻ ഉണ്ടാകും, 4B ഡിഫറൻസിൽ നെക്സ്റ്റ് ഉണ്ടാകും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. റൈറ്റ് സൈഡിലും സെയിം ട്രെൻഡ് തന്നെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണല്ലേ. അപ്പോൾ നിങ്ങളുടെ ലൈൻസ് വരുന്നത് 18,432 ഒരു ലൈനായിരിക്കും. ദെൻ സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു 6B ഡിഫറൻസ് നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലേ. ബിയുടെ വാല്യൂ നമുക്കറിയാം 2 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പോൾ 6B എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. സോ നെക്സ്റ്റ് ലൈൻ 18,420 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. അതാണ് നിങ്ങളുടെ സെക്കൻഡ് ലൈൻ. ഇനി തേർഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നോക്കിയടാ, പിന്നെ 4B ഡിഫറൻസ് ആണ് അല്ലേ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്. B 2 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ 4B എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പം 18,420 നിന്ന് 8 സെൻറ്റിമീറ്റർ സബ്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 18,412 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. നിങ്ങളൊരു 3 സ്റ്റോക്സ് ലൈൻ കണ്ടുപിടിച്ചല്ലേ. ഇനി ഒന്ന് ഓപ്ഷൻസ് നോക്കിയേ. ആദ്യത്തേത് 18,348 ആണ്. നമ്മൾ കണ്ടുപിടിച്ചതിൽ 18,348 ഉണ്ടോ? ഇല്ല, 18,300 തന്നെ വരുന്നില്ല അല്ലേ. അപ്പം ആ ഓപ്ഷൻ എനിക്ക് ഒഴിവാക്കാം. ആൻഡ് സിയും ഒഴിവാക്കാം. കാരണം 18,300 വരുന്നില്ല. നമ്മൾ കണ്ടുപിടിച്ചതിൽ 18,400 തൊട്ടാണ് തുടങ്ങുന്നത്. ആൻഡ് ബി ആൻഡ് ഡി ചെക്ക് ചെയ്യുമ്പം 18,412 അല്ലെങ്കിൽ 18,412 നോക്കിയടാ. നമ്മൾ കണ്ടുപിടിച്ചതിൽ 18,412 ഉണ്ട് അല്ലേ. ഇനി സെക്കൻഡ് വൺ വരുന്നത് 18,420 ആണ്. അതും നമുക്ക് കിട്ടിയിട്ടില്ലേ. ആൻഡ് തേർഡ് വൺ 18,432 ആണ് അല്ലേ. ഓപ്ഷൻ ഡി നോക്കുമ്പം അവിടെ 16 ആണ്, 24 ആണ്, 30 ആണ്. നമ്മൾ കണ്ടുപിടിച്ച വാല്യൂവേ അല്ലല്ലേ ഓപ്ഷൻ ഡിയിലുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡിയും എനിക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ഇതും 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കൺസെപ്റ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് ഈസി ആയിട്ട് 4 മാർക്ക് സ്കോർ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ വീഡിയോയുടെ അവസാനം 2 ബോണസ് ടിപ്പ് പറഞ്ഞതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ എലിമിനേഷൻ ആണ്. നിങ്ങൾ ആദ്യത്തെ വൈബ്രേഷൻ സ്റ്റോക്സ് കണ്ടുപിടിച്ചപ്പം അവിടെ 18,432 കിട്ടില്ലേ. നോക്കിയേ, ഇനി ഒന്ന് ഓപ്ഷൻ നോക്കിയേ. 18,432 ഓപ്ഷനിൽ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അതായത് ഓപ്ഷൻ ബി. ബാക്കി ഒന്നിലും 18,432 ഇല്ല. അപ്പോൾ എനിക്ക് സ്ട്രെയിറ്റ് അവേ അവിടെ നിന്ന് തന്നെ ആൻസറിലേക്ക് എത്താം. ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാൽക്കുലേഷൻ ഒന്നുകൂടി ഈസി ആക്കാനാണ്. നേരത്തെ നിങ്ങൾ ഒമേഗ ബാർ ഓസിലേഷൻ കണ്ടുപിടിച്ചപ്പം അവിടെ കാൽക്കുലേഷൻ വരുന്നത് 1600 ഇൻറ്റു 1 മൈനസ് 2 കൈ ആണല്ലേ. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടി 1600 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 0.01 ദാറ്റ് ഈസ് 0.02 എന്ന് കിട്ടും. വിച്ച് മീൻസ് 1600 ഇൻറ്റു 0.98. ഓക്കെ, ഇനി 0.98 ഞാൻ ഒന്ന് മാറ്റി എഴുതാണ്. 1600 ഇൻറ്റു 98 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതി. അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ 98 ഡിവൈഡ് ബൈ 100 എന്ന് ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ 98 ഡിവൈഡ് ബൈ 100 കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1600നെ 100 പീസ് ആക്കുകയാണ്. ഓക്കെ, ഇതാണ് ടോട്ടൽ 1600 എന്ന് കരുതുക. അത് ഞാനിങ്ങനെ
ഒരുപാട് പീസാക്കിയിട്ട് 100 പീസാക്കുകയാണ്. അങ്ങനെ 100 പീസാക്കിയതിൽ 98 ഭാഗം എത്രയാണോ അതിൻ്റെ എമൗണ്ട് ആണ് ബേസിക്കലി 98/100. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. 1600 100 പീസാക്കിയാൽ അതിനർത്ഥം ഒരു പീസ് 16 ആയിരിക്കും അല്ലേ? 1600/100. ഇനി ഇൻറ്റു 98 അപ്പോൾ അവിടെയും, അതായത് നമ്മൾ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യുന്നതാണ് പറഞ്ഞത്, പക്ഷേ 16x98 ഇപ്പോൾ ചെയ്യേണ്ടത്. അതൊരു വലിയ കാൽക്കുലേഷൻ അല്ലേ? അവിടെയും ട്രിക്ക് ഉണ്ട്. 16x100 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. എത്രയാണ്? അത് 1600 അല്ലേ? അപ്പോൾ 16x1 എന്ന് പറഞ്ഞാൽ 16, 16x1 എന്ന് പറഞ്ഞാൽ 16, 16x2 എന്ന് പറഞ്ഞാൽ 32. നോക്കിയേ, 16x100 നിന്ന് 16x2 കുറക്കുന്നതാണ് 16x98 അല്ലേ? അതായത് 16x98 എനിക്ക് എങ്ങനെ എഴുതാം? 16x100 മൈനസ് 2 എന്ന് കൊടുക്കുക അല്ലേ? അപ്പോൾ 16x100 1600 മൈനസ് 16x2 32 അപ്പോൾ 1600 നിന്ന് 32 കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ നിങ്ങൾക്ക് മുകളിലും കിട്ടിയത്? 1600 നിന്ന് 32 കുറച്ചാൽ 1568. നോക്കിയടാ, ഇവിടെ നിങ്ങൾക്ക് കിട്ടിയതും 1568 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണല്ലേ? അപ്പോൾ നിങ്ങളിങ്ങനെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ ലൈക്ക് മെൻ്റലി അല്ലെങ്കിൽ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാം. ആൻഡ് ഇത് എക്സാം ഹോളിൽ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എലിമിനേഷൻ ആണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആക്കാം. ദെൻ വൺസ് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ഓപ്ഷനിലേക്ക് ഒരു കണ്ണ് പോകണം. എന്താണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതിനെ പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിച്ച കൺസെപ്റ്റ് തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ പ്യുവർ റൊട്ടേഷൻ രാമൻ കണ്ടു ആൻഡ് വൈബ്രേഷൻ രാമനും കൂടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ രാമനിൽ വരുന്ന എല്ലാ ഏരിയയും നമ്മൾ 2 ക്വസ്റ്റ്യനിലൂടെ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് സ്റ്റഡി വെൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.